നമസ്കാരം. ചലച്ചിത്ര ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ആനുവൽ കലണ്ടർ വരുന്ന സമയത്ത് CPO, WCPO, ആംഡ് പോലീസ് കോൺസ്റ്റബിൾ, IRB എന്നീ തസ്തികകളുടെ പരീക്ഷ ഏറെക്കുറെ ഒരേ മാസമാണ് നടക്കാൻ പോകുന്നത് മനസ്സിലായി. അപ്പൊ ഇവിടെ പല ഉദ്യോഗാർത്ഥികളും ചോദിച്ചത്, ഒരേ മാസമാണ് പരീക്ഷ നടക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഇതിന് രണ്ടിനും അല്ലെങ്കിൽ ഈ 4 പരീക്ഷകൾക്കും ഒരേ സിലബസ് ആണ് ഫോളോ ചെയ്യേണ്ടത്. എസ്പെഷ്യലി IRB എന്ന് പറയുന്ന തസ്തിക. IRB 10ാം ക്ലാസ് യോഗ്യതയുള്ള പരീക്ഷയാണ്. CPO +2 യോഗ്യതയുള്ള പരീക്ഷയാണ്. ഇതിന് രണ്ടും ഒരേ സിലബസ് ആണോ പഠിക്കേണ്ടത്? ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് ഒരേ രീതിയിലാണ്, ഒരേപോലെ തന്നെയാണ്, ഒറ്റ പരീക്ഷ കൊണ്ട് തന്നെയാണ്, ഒരു പരീക്ഷ മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രിലിംസും മെയിൻസും അങ്ങനെ 2 രീതിയിലാണ് പരീക്ഷ നടക്കാൻ പോകുന്നത് എന്നിങ്ങനെ പലതരത്തിലുള്ള ഡൗട്ട്സ് ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിരുന്നു. ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം. മാത്രമല്ല നമ്മുടെ ചലച്ചിത്ര ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. ചലച്ചിത്ര ആപ്പിൽ CPO, WCPO, IRB ഉൾപ്പെടെയുള്ള എല്ലാ യൂണിഫോം തസ്തികകളുടെയും കോഴ്സുകൾ ലഭ്യമാണ്. മിഷൻ കാക്കി എന്ന് പറയുന്ന ഈ ഒരു മുഴുവൻ യൂണിഫോം കോഴ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിംഗിൾ കോഴ്സ് ഉണ്ട്. അതിന് പുറമെ ഇൻഡിവിജ്വൽ നിങ്ങൾക്ക് ഓരോ കോഴ്സും പഠിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെ എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് കോഴ്സ് ലഭ്യമാണ്. അപ്പോൾ താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഇതാണ് കലണ്ടറിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ്സ് എന്ന് പറയുന്നത്. 484/2024 പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആംഡ് പോലീസ് ബറ്റാലിയൻ 25 ജൂൺ ഓഗസ്റ്റ് പരീക്ഷ നടക്കുമെന്ന് പറയുന്നത്. 552/2024 581/2024 അതായത് വുമൺ പോലീസ് കോൺസ്റ്റബിളും IRB ഇതും അതേ മാസം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, ജൂൺ ഓഗസ്റ്റ് മാസങ്ങൾ. അതായത് ഈ 4 പരീക്ഷകൾ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ IRB എന്ന് പറയുന്ന സിവിൽ പോലീസ് ഓഫീസർ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, വരാൻ പോകുന്നു. ആംഡ് പോലീസ് കോൺസ്റ്റബിൾ, ഓക്കെ, അതുപോലെ തന്നെ വുമൺ സിവിൽ പോലീസ് ഓഫീസർ, ഈ 4 ഇതിന്റെ സിലക്ഷൻ പ്രോസസ്സ് എന്താണ്? ഇതിനെല്ലാത്തിനും ഒരേ സിലബസ് ആണോ ഫോളോ ചെയ്യേണ്ടത്? അപ്പോൾ ആദ്യം നമുക്ക് ഇതിന്റെ സിലക്ഷൻ പ്രോസസ്സ് നോക്കാം. സിലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഈ 3 അതായത് CPO, WCPO, ആംഡ് പോലീസ് കോൺസ്റ്റബിൾ ഈ 3 കഴിഞ്ഞ 3 വർഷമായിക്കൊണ്ട് ഒരേ രീതിയിലുള്ള സെലക്ഷൻ പ്രോസസ്സാണ്. അതായത് സിംഗിൾ എക്സാം, ഒറ്റ പരീക്ഷയുള്ളൂ. ഒരു OMR പരീക്ഷ, ആദ്യം തന്നെ OMR പരീക്ഷയാണ്. അപ്ലൈ ചെയ്തിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും, അപ്ലൈ ചെയ്ത് കൺഫർമേഷൻ കൊടുത്തിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ആദ്യം OMR പരീക്ഷ ഉണ്ടാവും. ആ OMR പരീക്ഷയിൽ വിജയിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് നടക്കുന്നു, ഫിസിക്കൽ മെഷർമെന്റ്, ഫിസിക്കൽ ടെസ്റ്റ് നടക്കുന്നു. അതിനുശേഷമാണ് മെഡിക്കലിനൊക്കെ ശേഷം ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. ഓക്കെ, മുമ്പ് ഇതിന് പ്രിലിംസ് ഉണ്ടായിരുന്നു, നിലവിൽ പ്രിലിംസ് ഇല്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഫോളോ ചെയ്തു വരുന്നത്, കഴിഞ്ഞ 3 വർഷമായി നമ്മൾ ഫോളോ ചെയ്തു വരുന്ന 100 മാർക്കിന് ഒരു സിലബസ് ഉണ്ട്, ഇൻക്ലൂഡിംഗ് സ്പെഷ്യൽ ടോപ്പിക് അല്ലേ, 20 മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടുന്ന ഒരു സിലബസ് ഉണ്ട്. എന്നാൽ 4ാമത്തെ തസ്തികയാണ് IRB എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 യോഗ്യത, ഈ CPO, WCPO, ആംഡ് പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറയുന്ന ഈ 3 യോഗ്യത എന്ന് പറയുന്നത് +2 ആണ്. അതുകൊണ്ട് തന്നെ ഈ 3 ഒരേ സിലബസ് പ്രകാരം തന്നെയാണ് പഠിക്കാനുള്ളത്. മുമ്പ് ഇതിന്റെ പരീക്ഷ നടന്നിട്ടുണ്ട്, അത് നമുക്ക് മുമ്പ് സിലബസ് ഇത് തന്നെയായിരുന്നു. എന്നാൽ 31-ാം തീയതി നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന ഇന്ത്യ റിസർവ് ബറ്റാലിയൻ എന്ന് പറയുന്ന IRB റെഗുലർ വിംഗ് നോട്ടിഫിക്കേഷൻ, ഓക്കെ, ആ നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് 10ാം ക്ലാസ് ആണ് യോഗ്യത എന്നുള്ളതാണ്. മാത്രമല്ല ഇതിന് കഴിഞ്ഞ വർഷങ്ങൾ, അതായത് 2020 നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഇതിന് പ്രിലിംസ് പരീക്ഷ ഉണ്ടായിരുന്നു ആദ്യം, പിന്നീട് മെയിൻസ് പരീക്ഷ, പിന്നെ ഒരു എൻഡുറൻസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു, എൻഡുറൻസ് ടെസ്റ്റിന് ശേഷം പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. 20 നോട്ടിഫിക്കേഷൻ വന്ന് ഇതിന്റെ മൊത്തം പ്രോസസ് കംപ്ലീറ്റ് ആയി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ തന്നെ 2024 ഏപ്രിൽ ആയി. അത്രയും സമയം എടുത്തു. അപ്പോൾ അത്രയും ലെങ്തി പ്രോസസ് ആയിരുന്നു. എന്നാൽ 2024 പുതിയ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഇത് നോട്ടിഫിക്കേഷനിൽ തന്നെ വ്യക്തമായി PSC ഇതിന്റെ ഒരു സിലക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ സിലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് CPOയുമായിട്ട് സാമ്യമില്ലെങ്കിലും ഏറെക്കുറെ അതിന്റെ രീതിയിൽ തന്നെയാണ്. സാമ്യമില്ല എന്ന് പറയാതിരിക്കാനുള്ള കാരണം അതിന്റെ 1ാമത്തെ ലെവലാണ്. അതായത് ആദ്യം IRB പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ആദ്യം ഒരു എൻഡുറൻസ് ടെസ്റ്റ് ഉണ്ടാവും. എൻഡുറൻസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ 3 കിലോമീറ്റർ റോഡ് റൺ 13 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ് ഇതിന്റെ എൻഡുറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 കിലോമീറ്ററിന്റെ 13 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ആക്കേണ്ട റോഡ് റൺ ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഉള്ളതാണ്. ഇത് ക്വാളിഫൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ മാത്രമാണ് OMR ടെസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തോട്ട് കിടക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്, ദോസ് ഹു ക്വാളിഫൈ ഇൻ ദി എൻഡുറൻസ് ടെസ്റ്റ് വിൽ ഹാവ് ടു അണ്ടർഗോ എ റിട്ടൺ ടെസ്റ്റ് അല്ലെങ്കിൽ OMR ടെസ്റ്റ്.
ആ ഒ എം ആർ ടെസ്റ്റ് പാസ്സാവുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, അതായത് ഫിസിക്കൽ മെഷർമെന്റ്, അതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റും ഉണ്ടാവും. അത് പാസ്സാവുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പിന്നെ മെഡിക്കലും പിന്നെ സാധാരണ പോലെ ലിസ്റ്റ് വരുന്നതായിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ CPO, WCPO, ആംഡ് പോലീസ് കോൺസ്റ്റബിൾ ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ഇവിടെ അഡീഷണൽ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എൻഡുറൻസ് ടെസ്റ്റ് ആണ്. ഈ എൻഡുറൻസ് ടെസ്റ്റ് ക്ലിയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ മാത്രമേ പരീക്ഷയിലെത്തുന്നുള്ളൂ. അപ്പോഴും ഇവിടെ മറ്റൊരു കാര്യത്തിന് ക്ലാരിറ്റി വരുന്നു. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന പ്രിലിംസ് ടെസ്റ്റ് ഇത്തവണ ഇല്ല, ഒറ്റ പരീക്ഷ മാത്രമാണ്. ഒറ്റ പരീക്ഷ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു എൻട്രൻസ് ടെസ്റ്റ് പാസ്സാകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് OMR ടെസ്റ്റ് ആണ് വരുന്നത്. ആ OMR ടെസ്റ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നതെന്ന് ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിൽ, അതായത് ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിൽ CPOന്റെയും WCPOന്റെയും ആംഡ് പോലീസ് ബറ്റാലിയന്റെയും അതുപോലെ തന്നെ ഇന്ത്യ റിസർവ് ബറ്റാലിയന്റെയും ഒക്കെ എല്ലാത്തിന്റെയും കൂടെ പരീക്ഷ ഒരുമിച്ചാണ് നടക്കാൻ പോകുന്നത്. ഒരുമിച്ചാണെന്ന് പറഞ്ഞാൽ ഒരു ദിവസമാണെന്നില്ല, CPO WCPO ഡിഫറെന്റ് ഡേയിലാവാം, മറ്റുള്ളതെല്ലാം ഒരു ദിവസമാവാം. എന്തായാലും വ്യത്യസ്ത ദിവസങ്ങളായിക്കൊണ്ട് ഒരേ മാസങ്ങളിലാണ് പരീക്ഷ നടക്കാൻ പോകുന്നത്. മാത്രമല്ല ഈ 4 നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഒരേ സിലബസ് ആണോ? അതെ, ഒറ്റ സിലബസ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ CPO ഒക്കെ ഫോളോ ചെയ്ത അതേ സിലബസ് തന്നെയാണ് ഈ 4 പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. IRB 10ാം ക്ലാസ് യോഗ്യതയുള്ള പരീക്ഷ ആണെങ്കിൽ പോലും അവിടെ നിങ്ങൾ പഠിക്കേണ്ടത് CPOയുടെ ആ സിലബസ് തന്നെയാണ്. CPOയുടെ സിലബസ് എന്ന് പറയുമ്പോൾ 80 മാർക്കിന് മാത്സും GKയും ഉൾപ്പെടുന്ന ജനറൽ ടോപ്പിക്സ് ഉൾപ്പെടുന്ന സിലബസും 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ സിലബസും. 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ സിലബസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ സിലബസിൽ മാറ്റം വരാൻ പോകുന്നുണ്ട്. കാരണം IPC CRPC എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അല്ലെ. IPC CRPC അതുപോലെ തന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്ട്, അതുപോലെ തന്നെ ആണെങ്കിൽ NDPS നമ്മുടെ NDPS ആക്ട് ഉണ്ട്. അതുപോലെ തന്നെ ആണെങ്കിൽ കേരള പോലീസ് ആക്ട്. ഇത്രയും 5 ആക്ടുകളാണ് ഈ പരീക്ഷയുടെ സിലബസിന്റെ ഭാഗം, ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഭാഗമായി പഠിക്കാനുള്ളത്. അതിൽ IPC CRPC ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഇതിന്റെ പുതിയ വേർഷൻ എന്താണോ, അതായത് ഭാരതീയ ന്യായ സംഹിത പോലുള്ള പുതിയ വേർഷൻ എന്താണോ ആ ഒരു സിലബസാണ്, ആ പുതിയ നിയമങ്ങളാണ് പഠിക്കേണ്ടത്. ബാക്കിയുള്ള NDPS അതുപോലെ തന്നെ കേരള പോലീസ് ആക്ടും അതേപോലെ തന്നെ സിലബസിൽ ഒരു മാറ്റമില്ലാതെ നിലനിൽക്കുന്നതായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ 100 മാർക്കിന്റെ സിലബസ്, ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെയുള്ള 100 മാർക്കിന്റെ സിലബസ് തന്നെയാണ് IRB പരീക്ഷയ്ക്കും അതുപോലെ തന്നെ ആണെങ്കിൽ CPO, ആംഡ് പോലീസ് ബറ്റാലിയന്റെ കോൺസ്റ്റബിൾ, അതുപോലെ തന്നെ WCPO പരീക്ഷകൾക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ പഠിക്കേണ്ടത്. PSC കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ടെന്റേറ്റീവ് ആനുവൽ കലണ്ടറിന്റെ ആമുഖമായിക്കൊണ്ട് PSC പറഞ്ഞിരുന്നു, ഈ ആനുവൽ കലണ്ടറിൽ ഉൾപ്പെട്ടിരിക്കുന്ന മുഴുവൻ തസ്തികകളുടെയും സിലബസ് ജനുവരി 15 കൂടി പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നിലവിൽ സെക്രട്ടറിയുടെ അസിസ്റ്റന്റിന്റെ മെയിൻസിന്റെ പേപ്പർ 1ന്റെയും പേപ്പർ 2ന്റെയും സിലബസ് മാത്രമാണ് ഈ ഒരു ആനുവൽ കലണ്ടറിനെ കൂടുതൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള CPO പോലത്തെ IRB പോലത്തെ എല്ലാ തസ്തികകളുടെയും സിലബസ് ജനുവരി 15 മുമ്പ് മുഴുവനായിട്ട് പ്രസിദ്ധീകരിക്കുമെന്ന് PSC പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ സിലബസ് പഠിച്ചു തുടങ്ങാം. ഇനി സ്പെഷ്യൽ ടോപ്പിക്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു 3 മാത്രമേ മാറ്റം വരാനുള്ളൂ. IPC CRPC എവിഡൻസ് ആക്ട് ഇതിന് 3 മാത്രമേ മാറ്റം വരാൻ പോകുന്നുള്ളൂ. ബാക്കി NDPS അതുപോലെ തന്നെ കേരള പോലീസ് ആക്ട് സെയിം തന്നെയാണ്. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് അതിലൊരു സംശയം ഉണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് ബാക്കിയുള്ള 80 മാർക്കിന് പഠിച്ചോളൂ. എന്തായാലും നമുക്ക് ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിൽ പരീക്ഷ നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിൽ പരീക്ഷ നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് 6 മാസം മാത്രമാണ് ഈ പരീക്ഷയ്ക്കുള്ളത്. ഈ 6 മാസത്തിൽ നമുക്കറിയാം 3 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാവുന്ന സിലബസ് ആണ് നമുക്കുള്ളത്. ബാക്കി 3 മാസം റിവിഷന് വേണ്ടി സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ പഠിച്ചു തുടങ്ങേണ്ടതിനും. നമുക്ക് എല്ലാവർക്കും അറിയാം, മുമ്പൊക്കെ 30-40 മാർക്കുകളിലൊക്കെ CPOന്റെ കട്ട് ഓഫ് വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് 40ൽ നിന്ന് 50 മറ്റൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ കട്ട് ഓഫ് കൂടുന്നുണ്ട്. അപ്പോൾ കട്ട് ഓഫ് കൂടുക എന്ന് പറയുമ്പോൾ പരീക്ഷ മറ്റുള്ള വർഷങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഓരോ വർഷം ലെവൽ കൂടി വരുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിക്കൊണ്ട്, അത് 2019 ആ ലിസ്റ്റിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് സമരമൊക്കെ നടന്നതിന് ശേഷം ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികളെ മാത്രമാണ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. വലിയ ലെങ്തി ആയിട്ടുള്ള ലിസ്റ്റ്, ജംബോ ലിസ്റ്റുകൾ PSC നിർത്തിയിട്ടുണ്ട്. പകരം ഒരു 300 വാക്കൻസി ആണുള്ളതെങ്കിൽ 400 പേര് അല്ലെങ്കിൽ അതേ ഒരു വാക്കൻസിനേക്കാളും ഒരു 100 അല്ലെങ്കിൽ 150 പേരെ മാത്രമാണ് അഡീഷണലി ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിന് ശേഷം വെയിറ്റ് ചെയ്യേണ്ട സാഹചര്യം വരുന്നില്ല. ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ലെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. ലിസ്റ്റിൽ ഉൾപ്പെട്ടെങ്കിൽ മിക്കവാറും ജോലി ലഭിക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ മാറി വരുന്നുണ്ട്. എല്ലാ ഉദ്യോഗാർത്ഥികളും ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് പഠനം ആരംഭിക്കുക. ഈ ഒരു സിലബസ് തന്നെ ഫോളോ ചെയ്താൽ മതി. ചലഞ്ചർ ആപ്പിൽ മിഷൻ കാക്കി എന്ന് പറയുന്ന കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, CPO, IRB പോലെയുള്ള മുഴുവൻ പരീക്ഷകൾക്കുമൊക്കെ ഈ ഒരു കോഴ്സ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മിഷൻ കാക്കി എന്ന് പറയുന്ന കോഴ്സിൽ എല്ലാ തരത്തിലുള്ള +2 ലെവൽ മുഴുവൻ യൂണിഫോം തസ്തികകളും, അത് ഫയർമാൻ ആവട്ടെ, സിവിൽ എക്സൈസ് ഓഫീസർ ആവട്ടെ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആവട്ടെ, ഈ പറഞ്ഞ മുഴുവൻ +2 ലെവൽ യൂണിഫോം തസ്തികകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇനി നിങ്ങൾക്ക് ഇൻഡിവിജ്വലി ഏതെങ്കിലും പെർട്ടിക്കുലർ കോഴ്സ് മാത്രം, അതായത് CPO
APA മാത്രം അല്ലെങ്കിൽ IRB മാത്രം സെപ്പറേറ്റ് എടുത്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഈ കോഴ്സ് എടുക്കുകയാണെങ്കിൽ എല്ലാത്തിനെയും കോഴ്സ് ഒരുമിച്ച് മെന്റർഷിപ്പോട് കൂടി ലഭിക്കുന്നതായിരിക്കും. അതെല്ലാം ഓരോ കോഴ്സിനും സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലും ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യാം. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക്